ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം മസാലയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. സവോള പെട്ടെന്ന് വഴന്നു വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെ കളറൊന്നും വലുതായിട്ട് മാറി വരുമൊന്നും വേണ്ട, ചെറുതായിട്ടൊരു കളറ് ചേഞ്ച് ചെയ്ത് വന്നാൽ മതി. അതായത് സവോളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. അതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ ഇതിൻ്റെ സവോള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റുമ്പോഴത്തേക്കും പൊടികളുടെ എല്ലാം പച്ചമണം മാറി നന്നായിട്ട് മൂത്ത് വരുമേ. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു 2 മിനിറ്റ് അടച്ച് വെക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ നമ്മളിത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാമേ. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം ബട്ടൺ മഷ്റൂം നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. മഷ്റൂമിൽ നിന്ന് ധാരാളമായിട്ട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സവോളയിലേക്ക് വഴറ്റാൻ നേരത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം.
നന്നായിട്ട് വെള്ളം വറ്റി റോസ്റ്റ് ആവുന്ന വരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, കൂണിൽ നിന്നൊക്കെയും നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാമേ. ഇപ്പം ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം വീണ്ടും. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒരു 8 മിനിറ്റോളം കുക്ക് ചെയ്തപ്പം ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും റൈസിൻ്റെയും ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്ന ഒരു നല്ല കോമ്പിനേഷനാണ് മഷ്റൂം മസാല. ഇപ്പോൾ നമ്മുടെ മഷ്റൂം മസാല കറക്റ്റ് പരുവത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മഷ്റൂം മസാല നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾ കൂൺ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാമേ.